കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു സംഭവം ഒരു കൊടുങ്കാറ്റ് പോലെ കത്തിപ്പടരുകയാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു നേതാവിന്റെ ധർമ്മസങ്കടം. അതായത് വ്യക്തിബന്ധമാണോ രാഷ്ട്രീയമാണോ വലുത് എന്നൊരു ചോദ്യം. മലമ്പുഴയിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ദാ ഈ ഒരൊറ്റ വാചകത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. സുരേഷ് പറഞ്ഞ ഒരു വാക്ക്, വി.എസിന്റെ മകനെതിരെ മത്സരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു സാധാരണ പ്രസ്താവനയായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വർഷങ്ങളായുള്ള കൂറും സ്വന്തം രാഷ്ട്രീയ ഭാവിയും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിന്റെ തുടക്കമായിരുന്നു അത്. അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, ഒരാൾക്ക് മത്സരിക്കാൻ ഒരു മടി, അതിത്ര വലിയ വാർത്തയാകാൻ മാത്രം എന്തിരിക്കുന്നു എന്ന്. ഉത്തരം വളരെ ലളിതമാണ്. ഇത് വെറുമൊരു രാഷ്ട്രീയമല്ല, ഇതിനപ്പുറം 3 വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ കൂടിയാണ്. അപ്പോ ആ കഥാപാത്രങ്ങളെ നമുക്ക് ആദ്യമൊന്ന് പരിചയപ്പെടാം. ശരി, അപ്പോ ഈ രാഷ്ട്രീയ നാടകത്തിലെ പ്രധാനികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം അവരുടെ ബന്ധങ്ങളിലാണ് ഈ കഥയുടെ എല്ലാം സസ്പെൻസ് ഇരിക്കുന്നത്. ഒന്നാമത്തെയാൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വി.എസ്. അച്യുതാനന്ദൻ, കേരള രാഷ്ട്രീയത്തിലെ അധികായൻ. അദ്ദേഹം ഇപ്പോൾ സജീവമായി രംഗത്തില്ലെങ്കിലും ഈ കഥ മുഴുവൻ കറങ്ങുന്നത് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ്. അദ്ദേഹത്തോടുള്ള കൂറാണ് ഇവിടെ ഏറ്റവും വലിയ ചോദ്യം. അടുത്തത്, ഈ കഥയിലെ നമ്മുടെ കേന്ദ്ര കഥാപാത്രം സുരേഷ്. വെറുമൊരു മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാ പോരാ, വർഷങ്ങളോളം വി.എസിന്റെ നിഴലുപോലെ കൂടെ നടന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാള്. ആ ഒരു ബന്ധത്തിന്റെ ആഴമാണ് ഇവിടത്തെ യഥാർത്ഥ സംഘർഷത്തിന് കാരണം. അവസാനമായി വി.എസ്. അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ, അച്ഛന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഏറ്റെടുത്ത് മലമ്പുഴയിൽ മത്സരരംഗത്തിറങ്ങാൻ സാധ്യതയുള്ള വ്യക്തി. ഓക്കെ, അപ്പോ കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് സുരേഷ് ശരിക്കും പറഞ്ഞത്? അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തൊക്കെയാണ്? അതിലെന്തെങ്കിലും ഒളിച്ചുവെച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. ഒരേ സമയം 2 നിലപാടുകളാണ് സുരേഷ് പറയുന്നത്. ഒരു വശത്ത് തന്റെ പഴയ ബോസിന്റെ, ഗുരുവിനെ പോലെ കാണുന്ന ആളുടെ മകനെതിരെ മത്സരിക്കാൻ വലിയ ബുദ്ധിമുട്ട്. എന്നാൽ മറുവശത്തോ നേരെ എതിർപക്ഷത്തുള്ള യു.ഡി.എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇത് കണ്ടില്ലേ? ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണല്ലേ? അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വരച്ച വര പോലെ പറയുന്നുണ്ട്. 1, CPM വിമതരുടെ കൂടെ ഞാൻ നിൽക്കില്ല. 2, അവരുടെ കൺവെൻഷനിലും ഞാൻ പങ്കെടുക്കില്ല. പക്ഷേ വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫ് റാലിയിൽ ഞാൻ പോകും. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ജയവും തോൽവിയുമല്ല, രാഷ്ട്രീയം തന്നെയാണ് വിഷയം എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. മലമ്പുഴയിൽ തോറ്റാലും പ്രശ്നമില്ല, തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെന്ന് ആശങ്കയുണ്ട്. കണ്ടോ, ഇവിടെ ജയിക്കുമോ തോൽക്കുമോ എന്ന പേടിയല്ല പ്രധാനം. മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്റെ സ്ഥാനം എവിടെയായിരിക്കും, ഈ വ്യക്തിബന്ധങ്ങൾ എന്താവും എന്നൊക്കെയുള്ള ആഴത്തിലുള്ളൊരു ആശങ്കയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ എത്തുന്നത് ഒരൊറ്റ വലിയ ചോദ്യത്തിലാണ്. ഒരാളുടെ ഈ വ്യക്തിപരമായൊരു ധർമ്മസങ്കടം മലമ്പുഴ എന്നൊരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? ഇതാണ് ഈ കഥയുടെയെല്ലാം കാതൽ. ഒരു വശത്ത് വർഷങ്ങളായുള്ള കൂറ്, ഗുരുതുല്യനായ നേതാവിനോടുള്ള കടപ്പാട്. മറുവശത്ത് സ്വന്തം രാഷ്ട്രീയ ഭാവി കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹം. ഈ ഭൂതകാലവും ഭാവിയും തമ്മിലുള്ള ഒരു വടംവലി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെയാണ് നമ്മളൊരു ക്ലാസിക് പൊളിറ്റിക്കൽ ഡിലെമ അഥവാ രാഷ്ട്രീയ ധർമ്മസങ്കടമെന്ന് പറയുന്നത്. അതായത് വ്യക്തിപരമായ കൂറ്, പാർട്ടിയുടെ നിലപാട്, സ്വന്തം ലക്ഷ്യങ്ങൾ, ഇതെല്ലാം കൂടിച്ചേർന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. സുരേഷ് ഇപ്പൊ നിൽക്കുന്നത് കൃത്യം അങ്ങനെയൊരു സാഹചര്യത്തിലാണ്. അപ്പോ അവസാനം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മലമ്പുഴയുടെ വിധി എഴുതുന്നത് രാഷ്ട്രീയ തന്ത്രങ്ങളായിരിക്കുമോ, അതോ ഒരു വിശ്വസ്തന്റെ വ്യക്തിപരമായ കൂറായിരിക്കുമോ? തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഒരുപക്ഷേ ഇതിനൊരുത്തരം കിട്ടുമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം.